ഹായ് ഹലോ എല്ലാവർക്കും വേൾഡ് ഓഫ് ദി വേയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് വാഴപ്പിണ്ടിയും മത്തിയും കൂടിയൊരു പുളിങ്കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ മത്തിയും പിണ്ടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ചെറിയ മത്തിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് മുറിച്ചാണ് നമ്മൾ യൂസ് ചെയ്യണത്. പിണ്ടി ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്താണ് ചേർക്കുന്നത്. രണ്ട് പച്ചമുളക്, ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഹാഫ് ടീസ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു തണ്ട് കറിവേപ്പില, ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ മത്തിയും പിണ്ടിയും വേകുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും 2 ചുവന്നുള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് അരപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മത്തിയും പിണ്ടിയും ഒന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മത്തിയും പിണ്ടിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, നന്നായി പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറിക്ക് നല്ലൊരു തിള വന്നു. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് ഒരുപാട് തിളച്ച് പോകണ്ട, ഒരു നല്ലൊരു തിള വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് താളിച്ചും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വാഴപ്പിണ്ടി മത്തി പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക.